Good afternoon. Good afternoon, ma'am. Good afternoon. What's your side? Clarification. Business accounts also. Yeah, yeah. Chapter വായിച്ചു നോക്കിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ക്രിസ്മസ് വെക്കേഷൻ കഴിഞ്ഞപ്പോഴേക്കും കൂട്ടിവെച്ചാ വായിച്ചു നോക്കിയാൽ ചാപ്റ്റർ വായിച്ചോളൂ. നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ട്രിപ്പ് പോയി. ഓക്കെ, എവിടെയാ പോയത് ട്രിപ്പ്? ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് ചാപ്റ്ററിലോട്ട് കിടക്കാം കേട്ടോ. നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് മെറ്റീരിയൽസ് മാനേജ്മെന്റ് ആണ്. അപ്പൊ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞു, എയിംസ്, മേജർ, ഒബ്ജക്റ്റീവ്, ഫങ്ഷൻസ് പറഞ്ഞു, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെറ്റീരിയൽസ് ഇൻ ഹോസ്പിറ്റൽ. എത്ര വരെ എടുത്തത്? എന്തായിരുന്നു മെറ്റീരിയൽസ് മാനേജ്മെന്റ്? എന്തായിരുന്നു ഓസ്ലി എന്താ പറഞ്ഞത്? മെറ്റീരിയൽസ് മാനേജ്മെന്റ് എന്തായിരുന്നു എന്നാ പറഞ്ഞത് അദ്ദേഹം? ഒരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്ത് അത് റിസീവ് ചെയ്ത് അത് അതിന്റെ പൊസിഷനിൽ ക്രമീകരിച്ച് വെക്കുന്ന അതുവരെയുള്ള സൂപ്പർവിഷൻ കൺട്രോളിനെയാണ് മെറ്റീരിയൽസ് മാനേജ്മെന്റ് എന്ന് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ എന്താണ് മെറ്റീരിയൽസ് എങ്ങനെയൊക്കെ നൽകണം? റൈറ്റ് ക്വാളിറ്റിയില്, റൈറ്റ് ടൈമില്, റൈറ്റ് പ്ലേസില്, ലോ കോസ്റ്റിൽ വേണം മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട്. അതുപോലെ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹോസ്പിറ്റലിന്റെ ഒരു പ്രധാനപ്പെട്ട വൈറ്റൽ ആയിട്ടുള്ള റിസോഴ്സസ് ആണ്. ഇനി ഓരോ ഹോസ്പിറ്റലിലും ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. ആ ഡിപ്പാർട്ട്മെന്റ്സിന്റെ ഒരു സപ്പോർട്ടീവ് ഘടകമായിട്ടാണ് മെറ്റീരിയൽസ് പ്രവർത്തിക്കുന്നത്. മെറ്റീരിയൽസ് ഇല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റുകൾക്ക് എന്താണ് ഓരോ പ്രവർത്തനങ്ങളും നടത്താനായിട്ട് സാധിക്കില്ല. ഒരു സപ്പോർട്ടീവ് ഘടകമായിട്ടാണ് മെറ്റീരിയൽസിനെ കണക്കാക്കുന്നത്. ഇനി എന്താണ് പറഞ്ഞത്? നമ്മള് എയിംസ് പറഞ്ഞല്ലേ, എയിംസ് ഓർ ഒബ്ജക്റ്റീവ്സ്, മെറ്റീരിയൽസ് മാനേജ്മെന്റിന്റെ എയിംസ് ഓർ ഒബ്ജക്റ്റീവ്സ് ആണ് നെക്സ്റ്റ് കൊടുത്തിരിക്കുന്നത്. എന്തായിരുന്നു? ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും കണ്ടിന്യൂസ് ആയിട്ട് സപ്ലൈ ചെയ്യുന്നതിന് വേണ്ട സ്റ്റോക്ക് അവിടെ ഉണ്ടായിരിക്കണം. പിന്നെ എന്താണ് പറഞ്ഞത്? ടു കീപ് അവേ ഫ്രം ദ സർപ്ലസസ് അല്ലെ. സർപ്ലസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബാലൻസ് വരിക അല്ലെ. നമ്മളൊരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ മിച്ചം വരാതെ വേണം പർച്ചേസ് ചെയ്യാനായിട്ട്. വേസ്റ്റേജ് സംഭവിക്കാനായിട്ട് പാടില്ല. പിന്നെന്താണ്? ഹാവ് അപ്രോപ്രിയേറ്റ് സ്റ്റോറേജ്. ഓരോ മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്യാനായിട്ട് ഉചിതമായ രീതിയിൽ സ്റ്റോർ ചെയ്ത് വെക്കണം. ചിലപ്പോൾ എന്താണ് കൂളിംഗ് ടെമ്പറേച്ചറിലൊക്കെ സ്റ്റോർ ചെയ്യേണ്ട മിക്സിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് ഓരോ മെറ്റീരിയൽസും അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ഉചിതമായ രീതിയിൽ സ്റ്റോറേജ് ചെയ്യുക. പിന്നെന്താണ്? തിരിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം ഓരോ മെറ്റീരിയൽസും സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട്. പിന്നെന്താണ്? എഫക്റ്റീവായിട്ടും എഫിഷ്യന്റായിട്ടും ഓരോ റിസോഴ്സുകളും യൂട്ടിലൈസ് ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സിൽ പറഞ്ഞത്. മേജർ ഒബ്ജക്റ്റീവ്സ് എന്തായിരുന്നു? മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ്, മിനിമൈസേഷൻ ഓഫ് കോസ്റ്റ്, അറ്റൈൻമെന്റ് ഓഫ് ഹോസ്പിറ്റൽ ഒബ്ജക്റ്റീവ്. ഹോസ്പിറ്റലിന്റെ ലക്ഷ്യങ്ങള് നേടിയെടുക്കാൻ തരത്തിലുള്ള രീതിയിലായിരിക്കണം ഇത് ഓരോ ഹോസ്പിറ്റലിന്റെയും ഒബ്ജക്റ്റീവ് ആയിട്ട് പറയുന്നത്. എന്താണ്? ഹോസ്പിറ്റൽ ലക്ഷ്യങ്ങള് നേടിയെടുക്കാനായിട്ട്. അതാണ് മേജർ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറയുന്നത്. 3 കാര്യങ്ങളാണ് പറഞ്ഞത്. മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ്, മിനിമൈസേഷൻ ഓഫ് കോസ്റ്റ്, അറ്റൈൻമെന്റ് ഓഫ് ഹോസ്പിറ്റൽ ഒബ്ജക്റ്റീവ്. ഇനി എന്താണ്? ഫങ്ഷൻസ് ഓഫ് മെറ്റീരിയൽസ് മാനേജ്മെന്റ് അല്ലെ. എന്തൊക്കെയാണ് ഫങ്ഷൻസ് വരുന്നത്? മെറ്റീരിയൽസ് പ്ലാനിങ്. ഓരോ ഡിപ്പാർട്ട്മെന്റിനും വേണ്ടതായിട്ടുള്ള മെറ്റീരിയൽസ് ഏതൊക്കെയാണ് അതിനെ കുറിച്ച് പ്ലാൻ ചെയ്യാം, അതിന് ബഡ്ജറ്റ് തയ്യാറാക്കാം.
അതുപോലെ അത് പർച്ചേസ് ചെയ്യണം, അത് റിസീവ് ചെയ്യുമ്പോൾ അത് നമ്മൾ ഇൻസ്പെക്ഷൻ ചെയ്യണം അല്ലെ, എത്ര ക്വാണ്ടിറ്റിയിലാണ് പറഞ്ഞിരിക്കുന്നത്, അത്രയും എണ്ണം ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാം, സ്റ്റോർ ചെയ്യുക, ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുക. പിന്നെ എന്താണ് ഇൻവെന്ററി കൺട്രോള്, ഇവരെ പട്ടികകൾ ശേഖരിക്കുക അല്ലെങ്കിൽ രേഖപ്പെടുത്തി വെക്കുക. പിന്നെന്താണ് പറഞ്ഞത് കോസ്റ്റ് റിഡക്ഷൻ ചെയ്യുക, അതുപോലെ എന്താണ് വാല്യൂ അനാലിസിസ് ഡിസ്പോസൽ നിർമ്മാർജ്ജനം ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് മെറ്റീരിയൽസ് മാനേജ്മെന്റിന്റെ ഫങ്ഷൻസ് ആയിട്ട് പറയുന്നത്. എന്താണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെറ്റീരിയൽസ്, സർജിക്കൽ ഏരിയയിൽ എന്തൊക്കെ ഉണ്ടാവും, എക്യുപ്മെന്റ്സ്, സർജറിയുമായിട്ട് ബന്ധപ്പെട്ട എക്യുപ്മെന്റ്സ് ഉണ്ടാവും, അതുപോലെ സർജറിയുമായിട്ട് ബന്ധപ്പെട്ട മെഷീൻസ്, അതൊക്കെ എന്താണ് ഓരോ മെറ്റീരിയൽസ് ആയിട്ടാണ് പറയുന്നത്. പിന്നെ എന്താണ് പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറിയുമായിട്ട് ബന്ധപ്പെട്ട ഐറ്റംസ്, ഹൗസ് കീപ്പിംഗുമായിട്ട് ബന്ധപ്പെട്ട ഐറ്റംസ്, ടൈപ്പിംഗുമായിട്ട് ബന്ധപ്പെട്ട ഐറ്റംസ്, അതുപോലെ ഇലക്ട്രിക്കൽ ആൻഡ് സ്പെയർ പാർട്സ്, ലാബുമായിട്ട് ബന്ധപ്പെട്ട കെമിക്കൽസ് ഐറ്റംസ് ഒക്കെ ഉണ്ടാവും. പിന്നെ എന്താണ് ഫാർമസിയുമായിട്ട് ബന്ധപ്പെട്ട ഐറ്റംസ്, പിന്നെ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കെമിക്കൽസ് ഉണ്ട്, സിവിൽ എഞ്ചിനീയറിംഗ് ഐറ്റംസ്, അതുപോലെ തന്നെ എന്താണ് കൺസ്യൂമർ ഡീസൽ ആൻഡ് പെട്രോൾ ടു സ്റ്റാർട്ടിങ് എന്താണ് ഈ ഓട്ടോക്ലേവ്സ് ഒക്കെ നമുക്കറിയാം അല്ലെ, സ്റ്റീം സ്റ്റെറിലൈസേഷൻ ഉപയോഗിക്കുന്നതാണ്. അപ്പൊ ആ സ്റ്റെറിലൈസ് ചെയ്യാനായിട്ട് ഓട്ടോക്ലേവ്സ് മെഷീൻ പ്രവർത്തിപ്പിക്കുന്ന പെട്രോൾസ് വേണം, ഡീസൽ വേണം, അങ്ങനെയുള്ള ഐറ്റംസ്. ഇത്രയും കാര്യങ്ങളാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെറ്റീരിയൽസിൽ പറഞ്ഞത്. ഇത്ര വരെയല്ലേ നമ്മൾ എടുത്തത്? ഇത്ര വരെ ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് കിടക്കാം കേട്ടോ. ഈ നെക്സ്റ്റ് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് അല്ലെങ്കിൽ ടോപ്പിക് ആണ് IMM. എന്താണ് IMM? Integrated Materials Management. Expand IMM അല്ലെങ്കിൽ full form ചോദിക്കാം. important ആണ് Integrated Materials Management, IMM. നോക്കിക്കോളൂ, IMM is a close coordination of all departments which are related with utilization of materials. IMM is a close coordination of all departments which are related with the utilization of materials. Materials in the ഉപയോഗവുമായിട്ട് ബന്ധപ്പെട്ട് യൂട്ടിലൈസേഷൻ ഓഫ് മെറ്റീരിയൽസിന്റെ ഉപയോഗവുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും ഏകോപനം, കോർഡിനേഷൻ പറയുന്നത് IMM. എന്താ പറഞ്ഞത്? മെറ്റീരിയൽസിന്റെ ഉപയോഗവുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും ഏകോപനം, അതിനെയാണ് IMM. Everything merged under one head. No example purchasing, storing, etc. under materials manager. അപ്പോ ഈ IMM എന്ന് പറയുന്നത് മെറ്റീരിയൽസ് മാനേജറുടെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. ആരുടെ കീഴിലാണ്? മെറ്റീരിയൽസ് മാനേജറുടെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. ഇനി എന്താണ്, എല്ലാ ഡിപ്പാർട്ട്മെന്റും ഉണ്ടല്ലേ, ഓരോ ഡിപ്പാർട്ട്മെന്റും ഹോസ്പിറ്റൽ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. അപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ അവർ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കാതെ ഇത് ചെയ്തിട്ട് കോർഡിനേറ്റ് ചെയ്തല്ലേ, എല്ലാ ഡിപ്പാർട്ട്മെന്റിനും ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് അവർ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിനോട് പറയും. പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ചെയ്യും എല്ലാ കാര്യങ്ങളും, എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും ആയിട്ടുള്ള ആവശ്യങ്ങൾ, അവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി പ്ലാനിങ് നടത്തി ലിസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, വാങ്ങിക്കും. വാങ്ങിച്ചിട്ട് എന്ത് ചെയ്യും, സ്റ്റോർ ചെയ്ത് അത് ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഡിസ്ട്രിബ്യൂഷൻ നടത്തി കൊടുക്കും. അതാണ് ഈ IMM നടക്കുന്നത്. ഓക്കെ ആണോ? മനസ്സിലായോ? എന്താ പറഞ്ഞത്? IMM എന്ന് പറഞ്ഞാല് ഇന്റഗ്രേറ്റഡ് മെറ്റീരിയൽസ് മാനേജ്മെന്റ് ആണ്. എന്താ നടക്കുന്നത്? മെറ്റീരിയൽസിന്റെ ഉപയോഗവുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും കോർഡിനേഷൻ, അതിനെയാണ് IMM എന്ന് പറയുന്നത്.
ഇനി ഐഎംഎഫിലെ എല്ലാ പ്രവർത്തനങ്ങളും ആരുടെ കീഴിലാണ് നടക്കുന്നത്? മെറ്റീരിയൽസ് മാനേജറിന്റെ കീഴിലാണ് നടക്കുന്നത്. എങ്ങനെയെല്ലാമാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത്? ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ അവരോട് തന്നെ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കാതെ എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ആരോട് പറയാം? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിനോട് പറഞ്ഞ് അവര് ലിസ്റ്റ് പ്ലാനൊക്കെ ചെയ്ത് ലിസ്റ്റ് ഇട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്? റിസീവ് ചെയ്ത് പർച്ചേസ് ചെയ്യും സാധനങ്ങള് റിസീവ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ഓരോ ഡിപ്പാർട്ട്മെന്റിനും ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് നോക്കിയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ ആണോ? ക്ലിയർ ആയോ? ഇനി എന്താണ് അഡ്വാൻറ്റേജസ് ഓഫ് IMM? എന്താണ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാല്? IMM അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് നോക്കി. ഗുണങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെയാണ്? റെസ്പോൺസിബിലിറ്റി എന്താ? റെസ്പോൺസിബിലിറ്റി ഉത്തരവാദിത്തം. ഫസ്റ്റ് വണ്ണാണ് ബെറ്റർ അക്കൗണ്ടബിലിറ്റി ഫോർ റെസ്പോൺസിബിലിറ്റി. ഇനി എന്താണ്? കോർഡിനേഷൻ ഓഫ് ആക്ടിവിറ്റീസ് ഇൻ ദ ഡിപ്പാർട്ട്മെന്റ്, ബെറ്റർ പെർഫോമൻസ്. അതുപോലെ തന്നെ ഇനി നാലാമത്തെ പോയിന്റിന്റെ ഫസ്റ്റ് ആയിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ. മാനേജ്മെന്റ് ഓഫ് മെറ്റീരിയൽസ് ഇൻഫർമേഷൻ സിസ്റ്റം ഇസ് seen. Management of materials information system is seen. ഇനി fifth point നോക്കിയേ, materials handling and transportation. ലാസ്റ്റ് പോയിന്റ് ആണ് scrap and surplus control and disposal. Okay. First point എന്താണ്? Better responsibility or accountability. അല്ലെ? എന്താണ്? നല്ല രീതിയിലുള്ള ഒരു ഉത്തരവാദിത്തം അല്ലെ? നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും അല്ലെ ചെയ്യേണ്ടല്ലേ? IMM എന്താണ് ചെയ്യുന്നത്? അല്ലെങ്കിൽ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് എന്താണ് ചെയ്യുന്നത്? ഓരോ ഡിപ്പാർട്ട്മെന്റിനും ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇതൊക്കെയാണ് അവർക്ക് വേണ്ടത് എന്നതിനനുസരിച്ചിട്ട് കൃത്യമായിട്ട് പ്ലാനിങ്ങുകൾ നടത്തി കൃത്യമായിട്ട് അവർക്ക് എത്തിച്ചു കൊടുക്കുന്നു. അതാണ് ബെറ്റർ റെസ്പോൺസിബിലിറ്റി. ഓരോ ഡിപ്പാർട്ട്മെന്റിനും ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ്, അവർക്ക് എന്തൊക്കെയാണ് വേണ്ടത് എന്നതിനനുസരിച്ച് കൃത്യമായിട്ട് അവർക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് പോയിന്റ് മനസ്സിലായോ? ബെറ്റർ അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞാല് ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഏതൊക്കെ സാധനങ്ങളാണ് അല്ലെങ്കിൽ ഏതൊക്കെ മെറ്റീരിയൽസ് ആണ് ആവശ്യമായിട്ട് വരുന്നത് എന്നതിനനുസരിച്ച് അവർ ഓരോ ഡിപ്പാർട്ട്മെന്റിനും കൃത്യമായിട്ട് അത് എത്തിച്ചു കൊടുക്കുന്നു. അതാണ് ബെറ്റർ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ഇനി എന്താണ്? കോർഡിനേഷൻ ഓഫ് ആക്ടിവിറ്റീസ് ഇൻ ഡിപ്പാർട്ട്മെന്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, IMM-നെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു എന്താണ്? എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും ഒരു ഏകോപനം എന്ന് പറഞ്ഞില്ലേ? അതുപോലെ തന്നെയാണ് ഇവിടെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. എന്താണ്? ഓരോ ഡിപ്പാർട്ട്മെന്റും സെപ്പറേറ്റ് ആയിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കാതെ എന്ത് ചെയ്യുന്നുണ്ട്? പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിനോട് പറഞ്ഞ് അവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് എന്നവർ മനസ്സിലാക്കി അവർ പർച്ചേസ് ചെയ്ത് ഇത് റിസീവ് ചെയ്ത് ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. അതാണ് കോർഡിനേഷൻ ഓഫ് ആക്ടിവിറ്റീസ് ഡിപ്പാർട്ട്മെന്റ്. രണ്ട് പോയിന്റ് ക്ലിയർ ആയോ? ഓക്കെ ആണോ? രണ്ട് അഡ്വാൻറ്റേജും. ഇനി എന്താണ്? ബെറ്റർ പെർഫോമൻസ് അല്ലെ? എന്താണ് ബെറ്റർ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള പ്രകടനം അല്ലെ? പ്രകടനമാണ് ഇവിടെ കാഴ്ചവെക്കുന്നത് അല്ലെ? ആരാ പറയുന്നത് കാഴ്ചവെക്കുന്നത്? പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് അല്ല. ഇവിടെ നോക്കിയേ, IMM-ന്റെ നേതൃത്വത്തില്
ഓരോ പർച്ചേസും ഓരോന്നും എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ ഡിപ്പാർട്ട്മെന്റിനും വരുന്നതായിട്ടുള്ള ഐറ്റംസുകള് കൃത്യമായ പ്ലേസില്, കൃത്യമായ ടൈമില്, കൃത്യമായ ക്വാണ്ടിറ്റിയില്, കൃത്യമായ പ്രൈസില് ഓരോ ഡിപ്പാർട്ട്മെന്റിനും എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അതാണ് ബെറ്റർ പെർഫോമൻസ്. മനസ്സിലായോ? ഓരോ ഡിപ്പാർട്ട്മെന്റിനും അവർക്ക് ആവശ്യമായിട്ടുള്ള ഐറ്റംസ് കൃത്യമായ ക്വാണ്ടിറ്റിയില്, കൃത്യമായ ടൈമില്, കൃത്യമായ പ്ലേസില്, കൃത്യമായ ക്വാളിറ്റിയില് എത്തിച്ചു കൊടുക്കുന്നു. അതാണ് ബെറ്റർ പെർഫോമൻസ്. ഓക്കെ ആണോ? 3 അഡ്വാൻറ്റേജസ് മനസ്സിലായോ? ഇനി എന്താണ്? മാനേജ്മെന്റ് ഓഫ് മെറ്റീരിയൽസ് ഇൻഫർമേഷൻ സിസ്റ്റം ഈസ് ഈസി എന്ന് പറഞ്ഞത്, നമ്മള് ഓരോ ഐറ്റംസും ഇങ്ങനെ കൊണ്ടുവരുമ്പോ, പർച്ചേസ് ചെയ്ത് കൊണ്ടുവരുമ്പോ എന്ത് ചെയ്തു വെക്കണം? എന്താ ചെയ്തു വെക്കേണ്ടത്? ലൈനിങ്ങിലാണ്. ഒരു ഹോസ്പിറ്റലിലോട്ട് ബൾക്കായിട്ട് നമ്മള് ഓരോ ഐറ്റംസ് കൊണ്ടുവരുമ്പോ നമ്മൾ എങ്ങനെ എന്താ ചെയ്തു വെക്കേണ്ടത്? അതിന്റെ ഡാറ്റ എന്ത് ചെയ്തു വെക്കണം? റെക്കോർഡ് ചെയ്തല്ലേ, ഓർഡർ ഒക്കെ നോക്കിയിട്ട് എത്രയാണ് ക്വാണ്ടിറ്റിയിൽ അല്ലെങ്കിൽ എത്ര പ്രൈസിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് എന്ത് ചെയ്യണം? സ്റ്റോർ ചെയ്ത് വെക്കണം അല്ലെ. അത് എവിടെ സ്റ്റോർ ചെയ്ത് വെക്കും? എവിടെയാണ് സ്റ്റോർ ചെയ്ത് വെക്കാം? മെറ്റീരിയൽസ് ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ അല്ലെ. നമ്മൾ കമ്പ്യൂട്ടറിൽ റെക്കോർഡ് ചെയ്ത് വെക്കാറുണ്ട? അതുപോലെ ഇവിടെയും എന്താണ്? കമ്പ്യൂട്ടറിൽ റെക്കോർഡ് ചെയ്ത് വെക്കണം. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇന്ന ഡാറ്റ അല്ലെങ്കിൽ എന്തെങ്കിലും ഡാറ്റനോട് കൺഫ്യൂഷനോ അല്ലെങ്കിൽ ആ ഡാറ്റ എടുക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് എന്താണ് ആ ഡാറ്റ കിട്ടും അല്ലെ, ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ എൻറ്റർ ചെയ്ത് വെക്കാണെങ്കിൽ. അതാണ് മാനേജ്മെന്റ് ഓഫ് ഇൻഫർമേഷൻ, മാനേജ്മെന്റ് ഓഫ് മെറ്റീരിയൽസ് ഇൻഫർമേഷൻ സിസ്റ്റം ഈസ് ഈസി എന്ന് പറഞ്ഞത്. ഇനി എന്താണ്? മെറ്റീരിയൽസ് ഹാൻഡ്ലിംഗ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ അല്ലെ. എന്താണ് മെറ്റീരിയൽസ് ഹാൻഡ്ലിംഗ്? നമ്മൾ നേരത്തെ പറഞ്ഞു, ഓരോ ഡിപ്പാർട്ട്മെന്റിനും ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്ത് ചെയ്യുന്നത്? പർച്ചേസ് ചെയ്ത് അത് സ്റ്റോർ ചെയ്ത് ആവശ്യമുള്ളപ്പോൾ അവർക്ക് എന്ത് ചെയ്ത് കൊടുക്കുന്നുണ്ട്? ഡിസ്ട്രിബ്യൂഷൻ ചെയ്ത് കൊടുക്കുന്നു. അതാണ് മെറ്റീരിയൽസ് ഹാൻഡ്ലിംഗ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ. ഇനി എന്താണ്? സ്ക്രാപ്പ് ആൻഡ് സർപ്ലസസ് കൺട്രോൾ ആൻഡ് ഡിസ്പോസൽ. ഇതാണ് എക്സ്പയറി ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ടാവും. എക്സ്പയറി ആയിട്ടുള്ള ഐറ്റംസിന് എക്സാമ്പിൾ പറയാൻ പറ്റുമോ? എക്സ്പയറി ആയിട്ടുള്ള ഐറ്റംസ് ഡ്രഗ്സുകൾ അല്ലെ, മെഡിസിൻസുകളൊക്കെ എക്സ്പയറി ആവുന്നുണ്ട് അല്ലെ, പെട്ടെന്ന് തന്നെ എക്സ്പയറി ആവും. അപ്പൊ അങ്ങനെ എക്സ്പയറി ആകുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ എന്താണ്? എക്സ്പയറി ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ടാവാം. അതുപോലെ യൂസ് ചെയ്യാൻ പറ്റാത്ത മെറ്റീരിയൽസ് അല്ലെ, ഇപ്പൊ കത്രിക അല്ലെങ്കിൽ ബ്ലേഡ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ചിലപ്പോൾ ഷാർപ്നസ് കുറയുകയോ അല്ലെങ്കിൽ വളർന്ന് പൊട്ടിപ്പോവുകയോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അല്ലെ. അതുകൊണ്ട് എന്ത് ചെയ്യണം? ആ ഐറ്റംസ് ഡിസ്പോസൽ ചെയ്തിട്ട് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ പ്ലാസ്റ്റിക് ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്താണ്? കത്തിച്ച് കളയാം. അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ഇപ്പൊ കത്രികകളൊക്കെ എങ്ങനെയാണെന്ന് നമുക്കറിയാലോ. ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ഒക്കെ പഠിച്ചിട്ടുള്ളതല്ലേ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ഡിസ്പോസൽ ചെയ്തിട്ട് മാർജനം ചെയ്തിട്ട്. ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങളാണ് അഡ്വാൻറ്റേജസ് ഓഫ് IMF പറഞ്ഞത്. ഫസ്റ്റ് വൺ എന്തായിരുന്നു? ബെറ്റർ അക്കൗണ്ടബിലിറ്റി ഓർ റെസ്പോൺസിബിലിറ്റി. എന്താ പറഞ്ഞത്? ഒന്നാമത്തെ, ഓരോ ഡിപ്പാർട്ട്മെന്റിനും എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത് എന്നതിനനുസരിച്ചിട്ട് അവർക്ക് കൃത്യമായിട്ട് അവർ പ്ലാൻ ചെയ്ത് അത് കൃത്യമായ രീതിയിൽ അവർക്ക് എത്തിച്ചു കൊടുക്കുന്നു. അതാണ് ബെറ്റർ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത്. പിന്നെ എന്താണ്? കോർഡിനേഷൻ അല്ലെ. ഓരോ ഡിപ്പാർട്ട്മെന്റിനും സെപ്പറേറ്റ് ആയിട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കാതെ ഓരോ ഡിപ്പാർട്ട്മെന്റിനും ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കൃത്യമായ പ്ലാൻ ചെയ്ത് അവര് എന്ത് ചെയ്യുന്നുണ്ട്? പർച്ചേസ് ചെയ്ത് റിസീവ് ചെയ്ത് സ്റ്റോർ ചെയ്ത് ഓരോരുത്തർക്കും ആവശ്യമുള്ളപ്പോൾ അത് ഡിസ്ട്രിബ്യൂഷൻ ചെയ്ത് കൊടുക്കുന്നു. ഇനി എന്താണ്? ബെറ്റർ പെർഫോമൻസ്, നല്ല രീതിയിലുള്ള ഒരു പ്രകടനം അല്ലെ. ബെറ്റർ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? IMF-ന്റെ നേതൃത്വത്തിൽ ഓരോന്നും പർച്ചേസ് ചെയ്തുകൊണ്ട് ഓരോ ഡിപ്പാർട്ട്മെന്റിനും വേണ്ട ഐറ്റംസ് പർച്ചേസ് ചെയ്തുകൊണ്ട് കൃത്യമായ പ്ലേസിൽ, കൃത്യമായ ടൈമിൽ, കൃത്യമായ ക്വാളിറ്റിയിൽ, കൃത്യമായ ക്വാണ്ടിറ്റിയിൽ ഓരോ ഡിപ്പാർട്ട്മെന്റിനും എത്തിച്ചു കൊടുക്കുന്നു. പിന്നെന്താണ്?
മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഓഫ് മെറ്റീരിയൽസ് ഇൻഫർമേഷൻ സിസ്റ്റം ഈസ് ഓരോ ഐറ്റത്തിന്റെയും വിവര പട്ടികകള് നമ്മൾ എന്ത് ചെയ്യണം ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ എൻട്രി ചെയ്ത് വെക്കണം. മെറ്റീരിയൽസ് ഹാൻഡ്ലിംഗ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ മെറ്റീരിയൽസ് നല്ല രീതിയിൽ ഒക്കെയാണ് ഏത് ഡിപ്പാർട്ട്മെന്റിനാണ് ആവശ്യമായിട്ട് വരുന്നത് ആ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് നല്ല രീതിയിൽ സ്റ്റോർ ചെയ്ത് അത് ആവശ്യമുള്ളപ്പോൾ അതെന്ത് ചെയ്യണം ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കണം. പിന്നെന്താണ് സ്ക്രാപ്പ് ആൻഡ് സർപ്ലസ് കൺട്രോൾ ആൻഡ് ഡിസ്പോസൽ എന്താണ് ഉപയോഗശൂന്യമായ ഐറ്റംസ് ഉണ്ടാവും. അതുപോലെ എന്താണ് എക്സ്പയറി ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ടാവും. അപ്പൊ ഇവയൊക്കെ എന്ത് ചെയ്യണം അതിൻ്റെതായിട്ടുള്ള രീതിയിൽ നിർമ്മാർജ്ജനം ചെയ്ത് കളയുക. ഓക്കെ ആണോ? വായിച്ചു നോക്കിയൊന്ന് IMM ആൻഡ് അഡ്വാൻറ്റേജസ് ജസ്റ്റ് ഒന്ന് വായിച്ചോളൂ കേട്ടോ. ആണോ? ഡൗട്ട് ഉണ്ടോ? നെക്സ്റ്റ് ഒരു സെന്റൻസ് കൂടി ഉണ്ട് കേട്ടോ അതിന്റെ ഇടയിൽ. ഓക്കെ. IMM does cost reduction techniques such as value analysis, variety reduction, standardization, forecasting, and market analysis. അപ്പോൾ കോസ്റ്റ് റിഡക്ഷൻ ടെക്നിക്സ് ആണ് IMM കോസ്റ്റ് റിഡക്ഷൻ ടെക്നിക്സ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഒന്ന് മാർക്ക് ചെയ്ത് വെച്ച് പഠിച്ചോളൂ കേട്ടോ. ഏതൊക്കെയാണ് കോസ്റ്റ് റിഡക്ഷൻ ടെക്നിക്സ് എന്ന് ചോദിക്കും. വാല്യൂ അനാലിസിസ് അല്ലെ, മൂല്യ വിശകലനം, വെറൈറ്റി റിഡക്ഷൻ വൈവിധ്യം കുറയ്ക്കുക, അതുപോലെ സ്റ്റാൻഡർഡൈസേഷൻ നല്ല ഗുണനിലവാരമുള്ള ഐറ്റംസ് നമ്മൾ ഹോസ്പിറ്റലിൽ വാങ്ങിക്കുന്നത്. ഇപ്പൊ സ്കാനിങ് മെഷീൻ ആയാലും അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ എന്താണ് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഐറ്റംസ് വാങ്ങിക്കും അല്ലെ. ഇതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഐറ്റംസ് അങ്ങനെ വാങ്ങിക്കുമ്പോൾ നല്ല ഗുണനിലവാരത്തോട് കൂടിയിട്ടുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഐറ്റംസ് വാങ്ങിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണങ്ങൾ പറയാൻ പറ്റുമോ? നല്ല ഗുണനിലവാരമുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഐറ്റംസ് വാങ്ങിക്കുന്നതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാവാം? ലോങ് ലാസ്റ്റ്, പിന്നെ കുറെ നാൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അല്ലെ. പിന്നെ എന്തുണ്ടാവും എനിക്ക് പറയാൻ പറ്റും? പെട്ടെന്ന് ഡാമേജസ് ഒന്നും വരില്ല അല്ലെ. റിപ്പയർസോ മെയിൻ്റെനൻസ് വർക്കോ ഒന്നും ചെയ്യേണ്ടതായിട്ട് വരില്ല. അതൊക്കെയാണ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഐറ്റംസ് വാങ്ങിക്കുന്നതിന്റെ ഗുണങ്ങൾ. കുറേ നാള് ദീർഘനാള് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ എന്താണ്
നമുക്ക് എന്താണ് മെയിൻ്റെനൻസ് വർക്കോ ഒന്നും പറ്റില്ല. പിന്നെ എന്താണ് ഫോർകാസ്റ്റിംഗ്. ഫോർകാസ്റ്റിംഗ് എന്താണ്? ഫോർകാസ്റ്റിംഗ് മുൻകൂട്ടി കാണുക അല്ലെ? ഫോർകാസ്റ്റിംഗ് മീൻസ് മുൻകൂട്ടി കാണുക. ഓക്കെ, എന്താണ് എക്സാമ്പിൾ പറയാൻ പറ്റുമോ? സ്വർണ്ണം എടുത്താൽ നമ്മൾ സ്വർണ്ണം എടുക്കാറില്ലേ കടയിൽ പോയിട്ട്? സ്വർണത്തിന്റെ വില കുറയുമ്പോൾ നമ്മള് എന്താണ് വാങ്ങിക്കാറുണ്ടല്ലേ? ഭാവിയില് സ്വർണത്തിന്റെ വില കൂടുന്നത് നമ്മൾ നോക്കിയിട്ടല്ലേ? ഭാവിയിൽ കൂടാം, കാണുന്നുണ്ട് ഭാവിയിൽ സ്വർണത്തിന്റെ വില കൂടാം. എന്താണ് നമ്മള് ഇപ്പൊ സ്വർണ്ണം എടുക്കും, ഇപ്പൊ സ്വർണത്തിന്റെ വില കുറഞ്ഞിരിക്കുകയാണ്, സ്വർണ്ണം നമ്മൾ കടയിൽ പോയിട്ട് എടുക്കും, ഭാവിയില് വില കൂടാം. എന്നിട്ട് മുൻകൂട്ടി കാണുകയല്ലേ സ്വർണത്തിന് ഭാവിയിൽ വില കൂടാം. അതാണ് എക്സാമ്പിൾ കേട്ടോ ഫോർകാസ്റ്റിംഗ്. പിന്നെ എന്താണ് മാർക്കറ്റ് അനാലിസിസ് അല്ലെ? വിപണി വിശകലനം. നമ്മൾ മാർക്കറ്റിൽ പഠിച്ചിട്ടുണ്ട് വിപണി വിശകലനം. ഒരു പ്രൊഡക്റ്റ് എടുക്കുമ്പോ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു നൽകുക. അപ്പൊ എന്താണ് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ തീരുമാനിച്ചപ്പോ നമ്മള് വിപണി വിശകലനം ചെയ്യുന്നുണ്ട്. വിപണി എന്ത് ചെയ്യണം? വിശകലനം ചെയ്യണം. അപ്പോ എന്തൊക്കെയാണ് നോക്കേണ്ടത്? ആ വിപണിയിൽ അല്ലെങ്കിൽ മാർക്കറ്റിൽ ആ പ്രൊഡക്റ്റിന് വാല്യൂ ഉണ്ടോ, അല്ലെങ്കിൽ ഇപ്പൊ എല്ലാവരും വാങ്ങിക്കുന്നുണ്ടോ, ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് ആണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി ഇപ്പൊ മാർക്കറ്റിൽ ആ പ്രൊഡക്റ്റ് അവൈലബിൾ ആണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം, വിപണി വിശകലനം ചെയ്തിട്ട് വേണം ഒരു പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങിക്കാൻ. ഇത്രയും കാര്യങ്ങളാണ് കോസ്റ്റ് റിഡക്ഷൻ ടെക്നിക്സ് ആയിട്ട് പറയുന്നത്. ഇതൊക്കെയാണ് വാല്യൂ അനാലിസിസ് ഉണ്ട്, വെറൈറ്റി റിഡക്ഷൻ ഉണ്ട്, സ്റ്റാൻഡർഡൈസേഷൻ, ഫോർകാസ്റ്റിംഗ്, ലാസ്റ്റ് വൺ ഈസ് മാർക്കറ്റ് അനാലിസിസ്. ഇമ്പോർട്ടന്റ് ആണ്, മാർക്കറ്റ് പഠിക്കണം. ഇതൊക്കെയാണ് കോസ്റ്റ് റിഡക്ഷൻ ടെക്നിക്സ് ചോദിക്കാം കേട്ടോ. ഇനി നെക്സ്റ്റ് ആണ് എന്ത്? വാല്യൂ അനാലിസിസ്, വിശകലനം. Okay, value analysis is an arranged approach to recognize unnecessary cost connected between a product, material, part, component, system, or services. ഇവിടെ കൊടുത്തിരിക്കുന്നത് നോക്കിയേ, പ്രൊഡക്റ്റ് ഉണ്ട്, മെറ്റീരിയൽസ് ഉണ്ട്, പാർട്ട്, കമ്പോണൻസ്, സിസ്റ്റം ഓർ സർവീസസ്. ഇവയെല്ലാം സംബന്ധിച്ച് അനാവശ്യം അല്ലെ? ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ്? അൺനെസസറി കോസ്റ്റ് ആണ്. അൺനെസസറി എന്ന് പറഞ്ഞാല് അനാവശ്യമായ. അപ്പോ പ്രൊഡക്റ്റ്, മെറ്റീരിയൽ, പാർട്ട്, കമ്പോണന്റ്, സിസ്റ്റം ഓഫ് സർവീസസ്, ഇവയെ എല്ലാം സംബന്ധിച്ച് അനാവശ്യ ചെലവുകൾ വരുന്നുണ്ട് എന്നുള്ളത് തിരിച്ചറിയുന്ന സംവിധാനമാണ് വാല്യൂ അനാലിസിസ്. ക്ലിയറായോ? ഓക്കെ ആണോ? ഒന്നുകൂടി പറഞ്ഞുതരാം കേട്ടോ. വാല്യൂ അനാലിസിസ് എന്ന് പറയുന്നത് പ്രൊഡക്റ്റ്, മെറ്റീരിയൽ, പാർട്ട്, കമ്പോണന്റ്, സിസ്റ്റം ഓർ സർവീസസ്, ഇവയെ എല്ലാം സംബന്ധിച്ച് അനാവശ്യ ചിലവുകൾ വരുന്നുണ്ടോ അല്ലെങ്കിൽ എത്രത്തോളം വരുന്നുണ്ട് എന്നത് തിരിച്ചറിയുന്ന സംവിധാനമാണ് വാല്യൂ അനാലിസിസ്. ഓക്കെ ആണോ? ഇനി നെക്സ്റ്റ് സെന്റൻസ് നോക്കിയേ. ദിസ് പ്രോസസ് ഈസ് നെസസറി ഫോർ ദ കോസ്റ്റ് റിഡക്ഷൻ. അല്ലെ? ഈ വാല്യൂ അനാലിസിസ് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? കോസ്റ്റ് റിഡ്യൂസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. വാല്യൂ അനാലിസിസ് വഴി കോസ്റ്റ് റിഡക്ഷൻ ചെയ്യാനായിട്ട്, കോസ്റ്റ് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു. വാല്യൂ റിലേസ് ഓൺ ഫങ്ഷൻ ആസ് വെൽ ആസ് ഓൺ ദ കോസ്റ്റ്. അല്ലെ? വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രൊഡക്റ്റിന്റെ ഫങ്ഷനെയും അതുപോലെ തന്നെ കോസ്റ്റിനെയും ആശ്രയിച്ചിരിക്കുന്നു.
കൊടുക്കുന്നു. വാല്യൂ എന്ന് പറഞ്ഞാല് ഒരു പ്രൊഡക്റ്റ്, ഇപ്പൊ നമ്മളൊരു കടയിൽ പോയിട്ട് ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ കൊടുക്കുന്ന പൈസക്ക് ആ പ്രൊഡക്റ്റ് ഉണ്ടോ എന്ന് നമ്മൾ നോക്കാറില്ലേ? ഇതൊരു ചെറിയ പ്രൊഡക്റ്റ് ആയാലും എന്താണ് നമ്മൾ നോക്കാറുണ്ടല്ലേ? നമ്മൾ കൊടുക്കുന്ന ആ പ്രൈസിന് ആ പ്രൊഡക്റ്റ് കിട്ടുന്നുണ്ടോ, ആ ക്വാളിറ്റി കിട്ടുന്നുണ്ടോ, നല്ല ക്വാളിറ്റി, ഗുഡ് ക്വാളിറ്റി ഉണ്ടോ എന്ന് നമ്മൾ നോക്കാറുണ്ട്. അപ്പൊ ആ പ്രൊഡക്റ്റ് നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ആ കോസ്റ്റിനെയും അതുപോലെ തന്നെ അതിന്റെ ഫങ്ഷനെയും ആശ്രയിച്ചിരിക്കുന്നു. അതുപോലെ എന്താണ്? വാല്യൂ അനാലിസിസ് ഈസ് ഓഫ് മെറ്റീരിയൽ ഗിവ്സ് മോർ ഇമ്പോർട്ടൻറ്റ് to utility of the material than its cost. എന്താ പറഞ്ഞത്? വാല്യൂ അനാലിസിസിൽ പ്രാധാന്യം നൽകുന്നത് ഏതിനാണ്? വിലയേക്കാൾ കൂടുതൽ അതിന്റെ യൂട്ടിലിറ്റി. യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? യൂട്ടിലിറ്റി എന്താ? യൂസിനാണ് അല്ലെ? ഓക്കെ, വെരി ഗുഡ്. എന്താണ്? അപ്പോ വാല്യൂ അനാലിസിസിൽ അതിന് പ്രാധാന്യം കൊടുക്കുന്നത്, വാല്യൂ അനാലിസിസുമായിട്ട് ബന്ധപ്പെട്ട് ആ മെറ്റീരിയലിന്റെ അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്, പ്രൊഡക്റ്റിന് കൊടുക്കുന്ന പ്രാധാന്യം എന്തിനാണ് കൊടുക്കുന്നത്? അതിന്റെ വിലയേക്കാൾ കൂടുതൽ അതിന്റെ യൂസേജിനാണ്. നമ്മളിപ്പോ ഒരു ഐഫോൺ വാങ്ങിച്ചു. ഐഫോണിന് മറ്റു ഫോണിനെക്കാട്ടും കൂടുതൽ വിലയാണ് അല്ലെ? എന്നാലും നമ്മൾ വാങ്ങിക്കാറുണ്ട് അല്ലെ ഐഫോൺ? എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ഐഫോൺ വാങ്ങിക്കുന്നത്? വില കൂടുതലാണ്, പക്ഷെ എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ വാങ്ങിക്കാം? മറ്റു ഫോൺ വാങ്ങിച്ചാൽ പോരെ നമുക്ക്, ചെറിയ രീതിയിലുള്ള ഫോൺ. വെറൈറ്റി ഓഫ് യൂസസ് ഉള്ളത് കൊണ്ടല്ലേ, നല്ല രീതിയിൽ ഫങ്ഷനും കാര്യങ്ങളും മറ്റു ഫോണുകളെ അപേക്ഷിച്ച് അതിന്റെ വില കൂടുതലാണെങ്കിലും എന്നിരുന്നാലും എന്താണ്? അതിന് നല്ല വെറൈറ്റി ഓഫ് ഫങ്ഷൻസ് ഉണ്ട്. ക്യാമറ നല്ലതാണ്, അതുപോലെ പല കാര്യങ്ങളും എന്താണ്? അതിന് വേറെ മറ്റു ഫോണുകളെ അപേക്ഷിച്ചിടത്തോളം വെറൈറ്റി ആണ്. അതുകൊണ്ട് തന്നെ നല്ല ഗുഡ് എന്താണ് ഫങ്ഷൻ ആണെന്ന് പറയാൻ പറ്റില്ല. നല്ല രീതിയിലുള്ള വെറൈറ്റി ഓഫ് ഫങ്ഷൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ആളുകൾ ഐഫോൺ വാങ്ങിക്കുന്നത്. മനസ്സിലായോ? ഇത്രയും കാര്യങ്ങളാണ് വാല്യൂ അനാലിസിസിൽ പറഞ്ഞത്. എന്തൊക്കെയാണ് പറഞ്ഞത്? വാല്യൂ അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊഡക്റ്റ്, അതുപോലെ തന്നെ മെറ്റീരിയൽസ്, പാർട്ട്, കമ്പോണന്റ്, സിസ്റ്റം ഓർ സർവീസസ്, ഇവയെല്ലാം സംബന്ധിച്ചിടത്തോളം എത്രമാത്രം ചെലവ് വരുന്നുണ്ട്, എത്രമാത്രം അനാവശ്യമായിട്ടുള്ള ചെലവ് വരുന്നുണ്ട് എന്ന് കാണിക്കുന്ന അല്ലെങ്കിൽ തിരിച്ചറിയുന്ന ഒരു സംവിധാനമാണ് വാല്യൂ അനാലിസിസ് എന്ന് പറയുന്നത്. അതുപോലെ ഈ വാല്യൂ അനാലിസിസ് വഴി കോസ്റ്റ് കുറയ്ക്കുന്നതിന് സഹായിക്കുന്നുണ്ട്. അതുപോലെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രൊഡക്റ്റിന്റെ ഫങ്ഷനെയും കോസ്റ്റിനെയും ആശ്രയിച്ചിരിക്കുന്നു. അതുപോലെ വാല്യൂ അനാലിസിസിൽ പ്രാധാന്യം നൽകുന്നത് എന്തിനാണ്? കോസ്റ്റിനേക്കാൾ അല്ലെങ്കിൽ വിലയേക്കാൾ കൂടുതൽ അതിന്റെ യൂട്ടിലിറ്റി അല്ലെങ്കിൽ യൂസസ്, അതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഓക്കെയാണോ? പിന്നെന്താണ്? വാല്യൂ ഈക്വൽ ടു ഫങ്ഷൻ കോസ്റ്റ്. വാല്യൂ increased by increasing the function or decreasing the cost. ഇനി രണ്ട് തരത്തില് വാല്യൂ ഇൻക്രീസിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട് അല്ലെ? ഇൻക്രീസിംഗ് ദ ഫങ്ഷൻ ഓർ ഡിക്രീസിംഗ് ദ കോസ്റ്റ്. ഇൻക്രീസിംഗ് ദ ഫങ്ഷനെ കുറിച്ച് പറയുമ്പോൾ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം അല്ലെ? ഐഫോൺ വാങ്ങിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. എന്താണ് വാല്യൂ ഇൻക്രീസ് അല്ലെ? എന്താണ് അതിന്റെ ഫങ്ഷൻ നല്ല രീതിയിൽ പൈസ കൂടുതലാണെങ്കിൽ എന്നിരുന്നാൽ പോലും മറ്റു ഫോണുകളെ അപേക്ഷിച്ച് നല്ല ഫങ്ഷൻസും കാര്യങ്ങളുള്ളത് കൊണ്ട് ആളുകൾ വാങ്ങിക്കുന്നുണ്ട്. അപ്പൊ പ്രൊഡക്റ്റിന് എന്താണ്? പൈസ കൂടിയാലും മൂല്യം നമുക്ക് കിട്ടുന്നില്ലേ? അതാണ് ഇൻക്രീസിംഗ് ദ ഫങ്ഷൻ. ഇനി എന്താണ്? ഡിക്രീസിംഗ് ദ കോസ്റ്റ്. നമ്മളിപ്പോ എന്താണ് എന്താ പറയാ, ഡിസ്കൗണ്ട് സെയിൽസിലൊക്കെ പോകുമ്പോൾ എന്താണ്? ടെക്സ്റ്റൈൽ ഷോപ്പിലൊക്കെ പോകുമ്പോൾ ഡിസ്കൗണ്ട് സെയിൽസ് നമ്മൾ വാങ്ങിക്കാറില്ലേ? ഡിസ്കൗണ്ട് സെയിലിൽ നിന്ന് ഡിസ്കൗണ്ട് കിട്ടാറില്ലേ നമുക്ക്? ആടി സെയിൽസ്, അതുപോലെ ഡിസ്കൗണ്ട് അല്ലെ? ഡിസ്കൗണ്ടിൽ എന്താണ്? നമ്മളെപ്പോഴും ഡിസ്കൗണ്ടിന് ഇപ്പോ എന്തെങ്കിലും ടെക്സ്റ്റൈലൊക്കെ പോകുമ്പോൾ ഡിസ്കൗണ്ട് ആണെങ്കിൽ നമ്മൾ വാങ്ങിക്കാറുണ്ട്. പൈസ കുറവിന് നമ്മൾ കുറെ വെറൈറ്റി ഓഫ് പ്രൊഡക്റ്റ് അവിടെ നിന്ന് കിട്ടാറുണ്ട് നമുക്ക്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? വാങ്ങിക്കാറുണ്ട് അല്ലെ? കുറച്ച് കുറവാണെങ്കിലും നമുക്ക് പ്രൊഡക്റ്റ് കിട്ടുന്നുണ്ട്, പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങിക്കുന്നുണ്ട്. അപ്പോഴും എന്താണ്? കോസ്റ്റ് കുറഞ്ഞാലും, ഡിക്രീസിംഗ് ദ കോസ്റ്റ് കുറഞ്ഞാലും അവിടെ പ്രൊഡക്റ്റിന് മൂല്യം വാല്യൂ ഇൻക്രീസ് ആവുന്നുണ്ട്. അതാണ് രണ്ട് കാര്യമായിട്ട് ഇവിടെ പറയുന്നത്. ഇൻക്രീസിംഗ് ദ ഫങ്ഷനും
decreasing the cost. മനസ്സിലായോ അത് എക്സാമ്പിൾ പറഞ്ഞപ്പോ? ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയേ. വാല്യൂ അനാലിസിസ് ഒന്ന് വായിച്ചു നോക്കിക്കോളൂ കേട്ടോ. ആണോ? വാല്യൂ അനാലിസിസ് ഇനി നെക്സ്റ്റ് ടോപ്പിക് ആണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വാല്യൂസ്. കുറച്ച് വാല്യൂസ് അവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കിയേ, ഫങ്ഷണൽ വാല്യൂസ്. അവിടെ വാല്യൂസ് ഒന്ന് എഴുതി ചേർക്കാം കേട്ടോ. ഫങ്ഷണൽ വാല്യൂസ്, എക്സ്ചേഞ്ച് വാല്യൂസ്, എക്സ്ട്രീം വാല്യൂ. അവിടെ ഒന്ന് ഹൈഫൺ ഇട്ട് കൊടുക്കാം കേട്ടോ. എക്സ്ട്രീം വാല്യൂ, കോസ്റ്റ് വാല്യൂ, സ്ക്രാപ്പ് വാല്യൂ, ടൈം വാല്യൂ. അപ്പൊ 6 തരത്തിലുള്ള വാല്യൂസ് ആണ് ഇവിടെ പഠിക്കാനുള്ളത്. ഫങ്ഷണൽ വാല്യൂ, എക്സ്ചേഞ്ച് വാല്യൂ, എക്സ്ട്രീം വാല്യൂ, കോസ്റ്റ് വാല്യൂ, സ്ക്രാപ്പ് വാല്യൂ, ടൈം വാല്യൂ. ഫസ്റ്റ് വൺ നോക്കിയേ, ഫങ്ഷണൽ വാല്യൂ. റിലേറ്റ് ഓൺ ഫങ്ഷൻ വാല്യൂ ചേഞ്ച്. ഇവിടെ പറയുന്നത് എന്താണ്? ഒരു വസ്തുവിന്റെ ഫങ്ഷനെ ബേസ് ചെയ്തിരിക്കും വാല്യൂല് വ്യത്യാസം വരുന്നത്. എന്താ പറഞ്ഞത്? ഒരു വസ്തുവിന്റെ ഫങ്ഷനെ ബേസ് ചെയ്തിരിക്കും വാല്യൂല് വ്യത്യാസം വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ എടുക്കാം. ഐഫോൺ അല്ലേ? എന്താണ് ഐഫോണിൽ എന്താണ്? മറ്റു ഫോണുകളെ അപേക്ഷിച്ചിടത്തോളം ഐഫോണിൽ എന്താണ്? ഫങ്ഷൻസ് കൂടുതലുണ്ടല്ലേ? നല്ല വെറൈറ്റി ഓഫ് ഫങ്ഷൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? മറ്റു ഫോണുകളെ അപേക്ഷിച്ചിടത്തോളം വാല്യൂ എന്താണ്? കൂടുതലല്ലേ? അല്ലേ? അതാണ് അവിടെ പറയുന്നത്. ഫങ്ഷണൽ വാല്യൂ എന്ന് പറയുന്നത് ഒരു വസ്തുവിന്റെ ഫങ്ഷനെ ബേസ് ചെയ്തിരിക്കും വാല്യൂവിന്റെ വ്യത്യാസം വരുന്നത്. ഓക്കെ ആണോ? മനസ്സിലായോ കൺസെപ്റ്റ്? ഇനി നോക്കിയേ, എക്സ്ചേഞ്ച്. എക്സ്ചേഞ്ച് അറിയാലോ. എക്സ്ചേഞ്ച് എന്താ? എക്സ്ചേഞ്ച് എന്താ? കൈമാറ്റം അല്ലേ? ഓക്കെ, വെരി ഗുഡ്. എക്സ്ചേഞ്ച് കാര്യം നോക്കിയേ, giving the
thing that is old and buying a new one. Example, TV, refrigerator. അപ്പൊ exchange എന്ന് പറഞ്ഞാൽ എന്താണ്? പഴയത് അല്ലെ, ഓൾഡ് ആയിട്ടുള്ളത് പഴയത് കൊടുത്തിട്ട് എന്ത് വാങ്ങിക്കുന്നു? പുതിയൊരെണ്ണം വാങ്ങിക്കുന്നു. അതാണ് എക്സ്ചേഞ്ച് വാല്യൂ. പഴയത് കൊടുത്ത് പുതിയത് വാങ്ങിക്കുന്നു. ഇനി നോക്കിയത് തേർഡ് വൺ നോക്കിയേ, എസ്റ്റീം വാല്യൂ. പ്രസ്റ്റീജ് ഹാവിംഗ് തിങ്. പ്രസ്റ്റീജ് എന്ന് പറഞ്ഞാൽ എന്താണ്? അന്തസ്. പ്രസ്റ്റീജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അന്തസ്. അപ്പോ എസ്റ്റീം വാല്യൂ എന്ന് പറഞ്ഞാല് പ്രസ്റ്റീജ് ഹാവിംഗ് എ തിങ്. എന്താ പറഞ്ഞത്? എസ്റ്റീം വാല്യൂ എന്ന് പറഞ്ഞാല് ഒരു വസ്തു നമ്മുടെ കയ്യിൽ ഇരിക്കുമ്പോൾ അതിന്റെ അന്തസ് എത്രത്തോളം, ഒരു വസ്തു നമ്മുടെ കയ്യിൽ ഇരിക്കുമ്പോൾ അതിന്റെ അന്തസ് എത്രത്തോളം ഉണ്ട്, അതാണ് എസ്റ്റീം വാല്യൂ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും മോഹവില കൊടുത്ത് വാങ്ങിക്കുക. കേട്ടിട്ടുണ്ടാവും മോഹവില കൊടുത്ത്. ഇപ്പോൾ ലാൻഡ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ മോഹവില കൊടുത്ത് വാങ്ങിക്കും. അതുപോലെ കാറൊക്കെ എന്താണ്, ഇപ്പൊ ഒരുപോലെയുള്ള ഫാൻസി നമ്പറൊക്കെ കൊടുത്ത് നമ്പറൊക്കെ നമ്മൾ വാങ്ങിക്കാറില്ലേ? കാറൊക്കെ ആണെങ്കിൽ കേട്ടിട്ടുണ്ടോ നിങ്ങൾ അങ്ങനെയൊക്കെ? ഫാൻസി നമ്പറുള്ള കാറുകൾ അല്ലെങ്കിൽ ഒരുപോലെയുള്ള സീരിയൽ നമ്പറുള്ള കാറുകളൊക്കെ. അതാണ് എസ്റ്റീം വാല്യൂ. ഒരു വസ്തു നമ്മുടെ കയ്യിൽ ഇരിക്കുമ്പോൾ അതിന് എത്രമാത്രം അന്തസ്സുണ്ട്, അതാണ് എസ്റ്റീം വാല്യൂ പറയുന്നത്. പിന്നെന്താണ് കോസ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ? നമ്മൾ എന്താണ് സൂപ്പർ മോണിറ്ററി വാല്യൂ. മോണിറ്ററി എന്ന് പറഞ്ഞാൽ ധനപരമായ. മോണിറ്ററി മീൻസ് ധനപരമായ. കോസ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വസ്തുവിന് എത്ര രൂപ ചിലവ് വരുന്നുണ്ട്. നമ്മളിപ്പോ ഒരു ചെറിയ പ്രൊഡക്റ്റ് ആണെങ്കിൽ വാങ്ങിക്കുമ്പോൾ നമ്മൾ ആ കൊടുത്ത പൈസക്ക് പ്രൊഡക്റ്റ് ഉണ്ടോ എന്ന് നോക്കാറില്ലേ? നമ്മള് മൂല്യം നോക്കാറില്ലേ? നമ്മൾ ആ പൈസ കൊടുക്കുമ്പോൾ അതനുസരിച്ചുള്ള നമുക്ക് കിട്ടുന്നുണ്ടോ, പ്രൊഡക്റ്റ് നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കാറുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് ഇത്ര നാൾ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അല്ലെ? നമ്മൾ നോക്കാറില്ലേ? ക്വാളിറ്റി ഉണ്ടോ, അല്ലെങ്കിൽ നമ്മൾ കൊടുത്ത പൈസക്കുള്ള പ്രൊഡക്റ്റ് ഉണ്ടോ നോക്കാറുണ്ടല്ലേ? അതാണ് കോസ്റ്റ് വാല്യൂ. ഒരു വസ്തുവിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? എത്ര രൂപ ചിലവ് വരുന്നുണ്ട് നമ്മൾ നോക്കുന്നുണ്ട്. പിന്നെന്താണ് സ്ക്രാപ്പ് വാല്യൂ. ആഫ്റ്റർ ദ ലൈഫ് ടൈം ഓഫ് ദി മെറ്റീരിയൽ. സ്ക്രാപ്പ് അറിയാലോ? സ്ക്രാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വസ്തു ഉപയോഗശേഷം പിന്നീട് അത് ഉപയോഗിക്കാൻ നമുക്ക് പറ്റാതെ, ഇപ്പൊ നമ്മൾ എന്താണ് ഹോസ്പിറ്റലാണെങ്കിൽ ഇപ്പൊ കത്തിയൊക്കെ അങ്ങനെ മൂർച്ച പോവാ, അല്ലെങ്കിൽ ബ്ലേഡൊക്കെ ഒടിഞ്ഞു പോവാ, നമുക്ക് ഉപയോഗിക്കാൻ പറ്റാതെ ആകും അല്ലെ? നമ്മൾ എന്ത് ചെയ്യും? അത് നമ്മള് ആക്രിക്കടയിൽ കൊണ്ടുപോയൊക്കെ കൊടുക്കും അല്ലെ? ആക്രിക്കടയിൽ കൊണ്ടുപോയി കൊടുക്കും. അവരത് തൂക്കി എത്ര കിലോ ഉണ്ടെന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യും? അതിനുള്ള ക്യാഷ് നമുക്ക് തരില്ലേ? നമ്മുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ ഇപ്പൊ പേപ്പറൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആക്രിയിൽ കൊണ്ടുപോയി കൊടുക്കും. എത്ര കിലോ ഉണ്ടെന്ന് അവർ നോക്കിയിട്ട് എന്ത് ചെയ്യും? അതിനുള്ള ക്യാഷ് നമുക്ക് തരാറില്ലേ? അതാണ് സ്ക്രാപ്പ് വാല്യൂ. മനസ്സിലായോ? ഇനി എന്താണ് ടൈം വാല്യൂ. ഹൗ ലോങ് ഇറ്റ് വിൽ ലാസ്റ്റ്. എന്താ പറഞ്ഞത്? എത്ര നാളത് നിലനിൽക്കും. ഇപ്പൊ ഹോസ്പിറ്റൽ ആണെങ്കിൽ എന്താണ് മെഡിസിൻ എക്സാമ്പിൾ എടുക്കാം. മെഡിസിൻ എന്താണ് എക്സ്പയറി ആയി, എക്സ്പയറിക്ക് മുമ്പ് എന്താണ് വരുമ്പോ അത് കൊടുക്കുന്നു, അതിന്റെ കാശ് നമുക്ക് കിട്ടുന്നു അല്ലെ? ഇത് എക്സ്പയറി ആകുമ്പോൾ നമുക്ക് വിൽക്കാൻ പറ്റോ? പേഷ്യൻസിന് കൊടുക്കാൻ പറ്റോ? ഇല്ല. അതാണ് പറയുന്നത് എത്ര നാള് ആ മെഡിസിൻ സ്റ്റോപ്പ്.
പെട്ടെന്ന് ചുമ വന്നിട്ടാണ്. ടൈം വാല്യൂവിൽ നമ്മൾ എന്താ പറഞ്ഞത്? എത്ര നാള് ആ മെഡിസിൻ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അത്രയും നാളാണ് അതിന്റെ ടൈം വാല്യൂ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ പറഞ്ഞത്? ടൈം വാല്യൂ മനസ്സിലായോ? എത്ര നാളത് നിലനിൽക്കുന്നുണ്ട് എന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ അതിന്റെ ടൈം വാല്യൂ നമ്മൾ നോക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? ആ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വാല്യൂസ് ഒന്ന് നോക്കിയേ. നമുക്കുണ്ടെങ്കിൽ ചോദിച്ചു. സ്ക്രാപ്പ് വാല്യൂ പറയണോ? എന്താണ് സ്ക്രാപ്പ് വാല്യൂ എന്ന് പറഞ്ഞാല് നമ്മള് ഇപ്പൊ ഒരു സാധനം ഉപയോഗിച്ചു, ഇനിയിപ്പോ ഹോസ്പിറ്റലിലാണെങ്കിൽ നമ്മള് കത്രിക, അതുപോലെയുള്ള ബ്ലേഡ്, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ചിലപ്പോ വളഞ്ഞു പോകാം, അല്ലെങ്കിൽ ഒടിഞ്ഞു പോവാം, ചിലപ്പോ മൂർച്ചയില്ലാതെയാക്കാം. അപ്പൊ അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും ഇനി യൂസ് ചെയ്യാൻ പറ്റില്ല അവിടെ. അപ്പോ യൂസ് ചെയ്യാൻ പറ്റാതെ ആകുമ്പോ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ആ ക്രിയയിൽ കൊണ്ടുപോയിട്ട് കൊടുക്കും. അവിടെ കൊടുക്കുമ്പോ അവരത് തൂക്കി നോക്കി അതിനോട് എത്ര കിലോ ഉണ്ട്, അല്ലെങ്കിൽ അത് തൂക്കി നോക്കിയിട്ട് എത്ര ക്യാഷ് ഉണ്ട് എന്നുള്ളതിനനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യും? ആ ക്യാഷ് നമുക്ക് തരും. നിങ്ങൾ കൊടുക്കാറില്ലേ വീട്ടിലൊക്കെ? എന്താണ് ഉപയോഗിക്കാൻ പറ്റാതുള്ള ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ പാത്രങ്ങളോ അല്ലെങ്കിൽ പേപ്പറോ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ കൊടുക്കാറുണ്ടോ ആക്രിയിൽ? ആ, തന്നെ സംഭവം. അതാണ് സ്ക്രാപ്പ് വാല്യൂ എന്ന് പറഞ്ഞാൽ. ക്ലിയർ ആയോ? അപ്പൊ അവരത് തൂക്കി നോക്കിയിട്ട് നമുക്ക് ആ ക്യാഷ് തരുന്നു. അതാണ് സ്ക്രാപ്പ് വാല്യൂ. ഓക്കെ, വായിച്ചു നോക്കിയൊന്ന്. ഓക്കെ ആണോ? സ്റ്റീം വാല്യൂ എന്താണ്? നമ്മൾ ഇപ്പോ ഒക്കെ അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് ഇഷ്ടമുള്ള ഒരു കാറ്, സീരിയൽ നമ്പറൊക്കെ എന്താണ് സെയിം ആയിട്ടുള്ള നമ്പറൊക്കെ നോക്കിയിട്ട് നമ്മൾ വാങ്ങിക്കാറില്ലേ? മോഹവില കൊടുത്ത് വാങ്ങിക്കുന്നത് കേട്ടിട്ടില്ല നമ്മള്? മോഹവില കൊടുത്ത് വാങ്ങിക്കുക, അല്ലെങ്കിൽ എന്താണ് സെയിം ആയിട്ടുള്ള സീരിയൽ നമ്പർ, ഫാൻസി നമ്പറുള്ള കാറുകള് വാങ്ങിക്കുക എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ഇവിടെ പറയുന്നത് സ്റ്റീം വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു വസ്തു നമ്മുടെ കയ്യിൽ ഇരിക്കുമ്പോൾ അതിന് മാത്രം അന്തസ്സ്, എത്രത്തോളം അന്തസ്സുണ്ട്, ഇതാണ് സ്റ്റീം വാല്യൂ. ഒരു വസ്തു നമ്മുടെ കയ്യിൽ ഇരിക്കുമ്പോൾ അതിന്റെ അന്തസ്സ് എത്രത്തോളം ഉണ്ട് ാണോ? ഇനി നെക്സ്റ്റ് നോക്കിയേ. Purpose or aims in doing value analysis. Value analysis purpose ചോദിച്ചാലും എയിം ചോദിച്ചാലും ഒന്ന് തന്നെയാണ്. നമ്മുടെ മാർക്ക് കൊടുത്തിട്ട് എയിം ആയാലും പർപ്പസ് ആയാലും ഒന്നാണ്. നോക്കി വെച്ച് പഠിച്ചോളൂ. ഫസ്റ്റ് വൺ എന്താണ്? റിമൂവൽ ഓഫ് ആൻ ഐറ്റംസ്. റിമൂവൽ ഓഫ് ആൻ ഐറ്റംസ്. റിമൂവൽ ഓഫ് ഐറ്റംസ്. റിമൂവൽ എന്താ? റിമൂവൽ ഒഴിവാക്കുക അല്ലെ? എന്താണ് സ്ക്രാപ്പ് വാല്യൂ പറയണോ? 1 മിനിറ്റ് കേട്ടോ. സ്ക്രാപ്പ് വാല്യൂ കൂട്ടി പറഞ്ഞു കൊടുക്കട്ടെ. മനസ്സിലായവരുണ്ടോ? സ്ക്രാപ്പ് വാല്യൂ എന്ന് പറഞ്ഞു കൊടുക്കോ? പറഞ്ഞു കൊടുക്കോ സ്ക്രാപ്പ് വാല്യൂ?
പറഞ്ഞു കൊടുക്കും. ഷംസിയ. ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. പറഞ്ഞോട്ടെ പർപ്പസ് എയിം. ഓക്കെ. റിമൂവൽ ഓഫ് ആൻ ഐറ്റം. റിമൂവൽ എന്ന് പറഞ്ഞാല് ഒഴിവാക്കുക അല്ലെ. അപ്പോ ഇവിടെ പറയുന്നത് എയിം അല്ലെങ്കിൽ പർപ്പസ് ആയിട്ട് പറയുന്നത് എന്താണ്? റിമൂവൽ ഓഫ് ആൻ ഐറ്റം. ഇവിടെ വസ്തുക്കളുടെ മൂല്യം മനസ്സിലാക്കി ആവശ്യമില്ലാത്തവ റിമൂവ് ചെയ്ത് കളയുന്നു. ഇതാണ് ഫസ്റ്റ് പർപ്പസ് ആയിട്ട് പറഞ്ഞത്. എന്താണ്? ആവശ്യമില്ലാത്ത അല്ലെ വസ്തുക്കളുടെ മൂല്യം മനസ്സിലാക്കി ആവശ്യമില്ലാത്തവ എന്ത് ചെയ്ത് കളയുന്നു? റിമൂവ് ചെയ്ത് കളയുന്നു. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പുതിയ ടി വി അല്ലെങ്കിൽ പുതിയ മോഡൽ ടി വിയും പഴയ മോഡൽ ടി വി, നിങ്ങൾക്ക് ഏതൊക്കെ ഇഷ്ടം? പഴയ മോഡലാണോ പുതിയ മോഡലാണോ? പുതിയ മോഡലാണോ പഴയ മോഡലാണോ ഇഷ്ടം ടി വി? ഏതാ ഇഷ്ടം? പുതിയ മോഡൽ അല്ലേ. പുതിയ മോഡൽ എന്താ ഇഷ്ടപ്പെടാൻ കാരണം എന്താ? ചിലർക്ക് ഷേപ്പ് ആവാൻ ഇഷ്ടം, ചിലർക്ക് എന്താ ഗുഡ് ഫങ്ഷണൽ അല്ലെ. ഫങ്ഷണാലിറ്റി ഒക്കെ കുറെ ഫങ്ഷൻസും കാര്യങ്ങളും ഉണ്ട്. വെറൈറ്റി ആണ് അല്ലെ. നമുക്ക് ഇഷ്ടമുള്ളപ്പോ ഇഷ്ടമുള്ള ചാനൽസ് ഇരുന്ന് കാണാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ പഴയ ടി വി ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അത് വർക്കിംഗ് ആണെങ്കിൽ ചിലപ്പോൾ പാവപ്പെട്ടവർക്ക് കൊടുക്കും അല്ലെ, അല്ലെങ്കിൽ എന്താണ് ടി വി ഇല്ലാത്ത ആളുകൾക്ക് കൊടുക്കും. പിന്നെ അത് വർക്കിംഗ് അല്ലെങ്കിൽ സ്ക്രാപ്പിൽ കൊടുക്കും. അപ്പോ പുതിയ ടി വി, ആവശ്യമില്ലാത്ത സാധനങ്ങൾ നമ്മൾ റിമൂവ് ചെയ്ത് കളഞ്ഞിട്ട് പുതിയ ഐറ്റംസ് കൊണ്ടുവരുന്നു. അതാണ് റിമൂവൽ ഓഫ് ആൻ ഐറ്റംസ്. മനസ്സിലായോ? വസ്തുക്കളുടെ മൂല്യം മനസ്സിലാക്കിയിട്ട് ആവശ്യമില്ലാത്തവ റിമൂവ് ചെയ്ത് കളയുന്നു. ഓക്കെ, മനസ്സിലായില്ലേ? പിന്നെ എന്താണ്? യൂട്ടിലൈസേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് കമ്പോണന്റ് ഫോർ കോസ്റ്റ് റിഡക്ഷൻ. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. എന്താണ്? കോസ്റ്റ് കുറയ്ക്കുന്നതിനായിട്ട് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഐറ്റംസ് അല്ലെങ്കിൽ മെഷീൻസ് യൂസ് ചെയ്യണം. പറഞ്ഞില്ലേ നമ്മള് ഹോസ്പിറ്റലിലാണെങ്കിൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നല്ല ഗുണനിലവാരമുള്ള ഐറ്റംസ് യൂസ് ചെയ്യാറുണ്ട്. അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്താണ്? പെട്ടെന്ന് മെയിൻ്റനൻസ് വർക്കോ റിപ്പയർസ് ഒന്നും വരില്ല. അതുവഴി നമുക്ക് എന്ത് ചെയ്യാം? കോസ്റ്റ് റിഡക്ഷൻ ചെയ്യാം. ഓക്കെ. പിന്നെ എന്താണ്? ഇൻസ്പെക്ഷൻ ഓഫ് ഓൾ ഫീച്ചേഴ്സ് ഓഫ് ആൻ ഐറ്റംസ്. നമ്മളിപ്പോ ഒരു കടയിൽ പോവാം. കടയിൽ പ്രൊഡക്റ്റ് എടുക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അത് ഫുള്ള് നമ്മൾ ചെക്ക് ചെയ്യും അല്ലെ. അതിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെക്ക് ചെയ്യും. ക്വാളിറ്റി എങ്ങനെയാണ്, ക്വാണ്ടിറ്റി എത്രയാണ്, പ്രൈസ്, അതുപോലെ എക്സ്പയറി ഡേറ്റ്, മാനുഫാക്ചറിംഗ് ഡേറ്റ്, അതുപോലെ ഡിസ്കൗണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കാറില്ല. അപ്പൊ ഒരു പ്രൊഡക്റ്റ് നമ്മൾ കടയിൽ പോയിട്ട് വാങ്ങിക്കുമ്പോൾ ഇൻസ്പെക്ഷൻ ചെയ്യണം. എല്ലാ ഫീച്ചേഴ്സും നമ്മൾ നോക്കിയിട്ട് വേണം വാങ്ങിക്കാനായിട്ട്. പിന്നെ എന്താണ്? ഇൻസ്പെക്ഷൻ ഓഫ് ചീപ്പർ ക്വാളിറ്റി മെറ്റീരിയൽസ് advantages and views in the organization. എന്താ പറഞ്ഞത്? ഒരു സ്ഥാപനത്തിന്റെ നേട്ടങ്ങൾക്കും ഉപയോഗത്തിനുമായിട്ട് വില കുറഞ്ഞ നിലവാരമുള്ള വസ്തുക്കളുടെ പരിശോധന. ഒരു ഐറ്റം നമ്മൾ വാങ്ങിക്കുമ്പോ നമ്മൾക്ക് എന്താണ്? നമ്മൾക്കൊരു ഗുണകരമാവുന്ന രീതിയിൽ വേണ്ടി നമ്മൾ വാങ്ങിക്കാനായിട്ട്, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ഐറ്റം വാങ്ങിക്കുന്നതെങ്കിൽ അവർക്ക് ഗുണകരമാവുന്ന വിധത്തിൽ കോസ്റ്റ് കുറഞ്ഞ രീതിയിൽ വേണം അല്ലെ, ചീപ്പർ റേറ്റിന് വേണം നമ്മള് ടിക്കറ്റ് വാങ്ങിക്കാൻ അല്ലെ. അതാണ് ഇവിടെ പറയുന്നത്. നമ്മളിപ്പോ എന്ത് ചെയ്യുന്നത്? സെയിം പ്രൊഡക്റ്റ് തന്നെ നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ നമ്മൾ പല പല കടയിൽ കയറി നോക്കാറില്ലേ എവിടെയാണ് ഉള്ളത്, അവിടെ നിന്നല്ലേ നമ്മൾ വാങ്ങിക്കാറ്.
അങ്ങനെ വേണം വാങ്ങിക്കാനായിട്ട്. ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ അത് ഹോസ്പിറ്റലിന് വേണ്ടിയിട്ടാണ് വാങ്ങിക്കുന്നത്. കോസ്റ്റ് കുറയ്ക്കാൻ ചീപ്പർ റേറ്റിൽ വേണം വാങ്ങിക്കാൻ. Inspection of alternative source and price in relation to the money to be spent and realization of its worth in due courses. എന്താ പറയുന്നത്? നമ്മളൊരു സാധനം വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട് ചിലവഴിക്കേണ്ടതായിട്ടുള്ള പണത്തിന്റെ സ്രോതസ് പരിശോധിക്കണം. നമ്മൾ ഒരു സാധനം വാങ്ങിക്കുന്നതിന് വേണ്ടി ചിലവഴിക്കേണ്ടതായിട്ടുള്ള പണത്തിന്റെ സ്രോതസ് പരിശോധിക്കുകയും അതുപോലെ തന്നെ ഏത് സാധനമാണോ നമ്മൾ വാങ്ങിക്കുന്നത് അതിന്റെ യഥാർത്ഥ മൂല്യവും തിരിച്ചറിയണം. അതാണ് ലാസ്റ്റ് പോയിന്റ് പറഞ്ഞത്. പണത്തിന്റെ സ്രോതസ് എവിടെ നിന്നാണ് എന്നുള്ളത് പരിശോധിക്കുകയും അതുപോലെ ആ സാധനത്തിന്റെ നമ്മുടെ പ്രൊഡക്റ്റാണോ വാങ്ങിക്കുന്നത് അതിന്റെ യഥാർത്ഥ മൂല്യം നമ്മൾ തിരിച്ചറിയുകയും വേണം. ഇത്രയും കാര്യങ്ങളാണ് പർപ്പസ് ഓർ എയിംസ് ആയിട്ട് പറഞ്ഞത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? യൂസ് എടുക്കുന്നുള്ളൂ കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ഇത്രയും കാര്യം വായിച്ചിട്ട് വരാം. ഓക്കെ, താങ്ക് യു.